ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. ഏലിയൻ എർത്ത് എന്നായിട്ടുള്ള ഒരു പുതിയ സീരീസ് വരുന്നുണ്ട്. അപ്പോൾ അത് ഓഗസ്റ്റ് 12 ഹുള്ളിലൂടെ സ്ട്രീമിംഗ് ആവുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഹൃദയപൂർവ്വം എന്നാണ് അടുത്തിൻ്റെ 2 സ്റ്റിൽസ് കിട്ടിയിട്ടുണ്ട്. രണ്ടും സ്ക്രീനിൽ എടുക്കാം. ഒന്നിൽ സംഗീത് പ്രതാപാണ്, വേറെ ഒന്നിൽ മാളവിക മോഹനാണ്. രണ്ടിലും മോഹൻലാലും ഉണ്ട്. പിന്നെ മാർവൽ സ്റ്റുഡിയോസിന്റെ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറഞ്ഞ പടം ഡിസ്നി പ്ലസിലൂടെ മെയ് 28 OTT റിലീസ് ആവുന്നുള്ള അറിയിച്ചു. പിന്നെ 3 BHK എന്ന് പറഞ്ഞിട്ടുള്ള സിദ്ധാർത്ഥും ശരത് കുമാറും മെയിൻ കഥാപാത്രം എത്തുന്ന പടം. അവിടത്തിന്റെ റിലീസ് ജൂലൈ 4 എന്നുള്ള ഒഫീഷ്യലി കൺഫേം ചെയ്തു. പിന്നെ റോന്ത് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ റിലീസ് ഡേറ്റ് ജൂൺ 13 കൺഫേം ചെയ്തുകൊണ്ട് ഒരു പുതിയ പോസ്റ്റർ വന്നു. പിന്നെ 11 എന്ന് പറഞ്ഞ പടത്തിന് യുബാര സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ള അറിയിച്ചു. പിന്നെ പരമശിവൻ ഫാത്തിമ എന്ന് പറഞ്ഞിട്ടുള്ള ജൂൺ 5 തിയേറ്ററിൽ എത്തുന്നുള്ള അറിയിച്ചു. പിന്നെ ബെൻസ് എന്ന് പറഞ്ഞ പടത്തിന്റെ പൂജ കടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു പുതിയ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ശിവകാർത്തിയാനോ കണ്ടതിൽ രാഘവ ലോറൻസ് ഉണ്ട്. എന്തായാലും ഫോട്ടോയും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഈസ് എന്ന് പറഞ്ഞിട്ടുള്ള വിജയ് സേതുപതി പടത്തിന്റെ 10 days to go പോസ്റ്റർ വന്നു. പിന്നെ ഡിറ്റക്റ്റീവ് വിജിലൻ എന്ന് പറഞ്ഞിട്ടുള്ള ധ്യാൻ ശ്രീനിവാസൻ മെയിൻ കഥാപാത്രം എത്തുന്ന പടത്തിന്റെ 10 days to go പോസ്റ്റർ വന്നു. പിന്നെ സിംഗിൾ എന്ന് പറഞ്ഞ പടം 4 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് 19.01 കോടിയാണ് നേടിയിട്ടുള്ള അറിയിച്ചു. പിന്നെ ശിവാർത്തിന്റെ ഡോൺ എന്ന് പറഞ്ഞിട്ടുള്ള പടം പുറത്തിറങ്ങിയിട്ട് 3 വർഷമായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു 3 years ഡോൺ എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. നല്ല പടം തന്നെയായിരുന്നു, ഇഷ്ടപ്പെട്ട പടമാണ്. പിന്നെ ശശികുമാറിന്റെ ഫ്രീഡം എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു അപ്ഡേറ്റ് വരും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ. അത് വേറെ നല്ല പടത്തിന്റെ റിലീസ് ഡേറ്റ് ആണ്. അത് ജൂലൈ 10 ഇതിന്റെ റിലീസ് ഡേറ്റ് ആയി പറയുന്നത്. പിന്നെ ഒരു വടക്കൻ പ്രണയപർവ്വം എന്ന് പറഞ്ഞ പടത്തിന്റെ റിലീസ് ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ റൈഡ് 2 എന്ന് പറഞ്ഞ പടം 3 ദിവസം കൊണ്ട് 129.39 കോടിയാണ് നേടിയിട്ടുള്ള അറിയിച്ചു. പിന്നെ നന്നപുരി ബാലകൃഷ്ണനോട് അതിക് രവിചന്ദ്രൻ ഒരു കഥ പറഞ്ഞിട്ടുണ്ടെന്നും നന്നപുരി ബാലകൃഷ്ണർക്ക് ആ സ്റ്റോറി ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും ഗുഡ് ബൈ ഡഗ്ലിക്ക് ശേഷം മിക്കാറും ആളായിട്ടായിരിക്കും പടം ചെയ്യാന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കേൾക്കുന്നത്. എന്തായാലും കണ്ടറിയാൻ എന്താണ്ടാവും പോണെന്നുള്ളത്. പിന്നെ രാംചരന്റെ അടുത്ത റിലീസ് ആകാൻ പോകുന്ന പടമാണ് പെഡി എന്ന് പറഞ്ഞിട്ടുള്ള പടം. അവിടത്തിന് 30% ഷൂട്ട് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ എന്നുള്ളത് രാംചരൻ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ ബേബികൾ എന്ന് പറഞ്ഞിട്ടുള്ള നീമ്പോളി മെയിൻ കഥാപാത്രം ആയിരുന്നോണം. അരുൺ വർമ്മ ഒരുപാട് ഡയറക്ഷൻ ചെയ്യുന്നത്. എന്തായാലും ഇതിന്റെ ഷൂട്ടാണ് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ഫോട്ടോ ഇട്ടിരുന്നു, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ പുതിയ സൂപ്പർമാൻ ജെയിംസ് ഗൺ എടുക്കുന്ന സൂപ്പർമാൻ അതിന്റെ അടുത്ത ട്രെയിലർ വരാൻ പോവാണ്. ഇന്ന് എപ്പോഴാണെന്നുള്ള അറിയില്ല. ചിലപ്പോൾ വീഡിയോ ഇടുമ്പോൾ വന്നിട്ടുണ്ടാവാം, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വരുന്നുണ്ടായിരിക്കും. ടൈമൊന്നും അറിയിച്ചിട്ടില്ല. എന്തായാലും ഒരു പുതിയ പോസ്റ്റർ കണ്ടിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ലുക്കപ്പ് എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ സിത്താര ജമീൻ പെർ എന്ന പടത്തിന്റെ ട്രെയിലർ വരുന്നു പറഞ്ഞു വന്നിട്ടുണ്ട്. ട്രെയിലർ കണ്ടിട്ട് നല്ല പടമാണെന്ന് തോന്നുന്നത്. എന്തായാലും അമീർ ഖാൻ വീണ്ടും തിരിച്ചു വരികയാണ് പടത്തിലേക്ക്. പിന്നെ അതേമാതിരി 3 Idiots അതേമാതിരി PK ഈ 2 പടത്തിന് ശേഷം രാജകുമാരി റാണി വീണ്ടും അമീർ ഖാനെ വെച്ചിട്ട് പടം എടുക്കാൻ പോകണം എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. കോമഡി അതേമാതിരി ഇൻസ്പിറേഷൻ രീതിയിലുള്ള ഒരു പടമായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. 2026 ആയിരുന്നു ഇതിന്റെ ഷൂട്ട് തുടങ്ങുന്ന രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്തായാലും വരെ 3ാമത്തെ നീക്കലായിരിക്കും ഈ പടത്തിലൂടെ ഉണ്ടാവുക. പിന്നെ നോബഡി എന്ന് പറഞ്ഞൊരു പടം പുറത്തിറങ്ങി കുറച്ച് മുന്നേ OTTയിൽ റിലീസായി തോന്നുന്നുണ്ട് ഓർമ്മ ശരിയാണെങ്കിൽ. എന്തായാലും അത് ഒരു നല്ല പടം തന്നെയായിരുന്നു. ജോൺ വിക്ക് കുറച്ച് ആക്ഷൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു പടം ആയിരുന്നു. ജോൺ വിക്ക് ലെവലിൽ എത്തിയില്ലെങ്കിലും അതേമാതിരി ഒരു പരിപാടിയായിരുന്നു. എന്തായാലും അതിന്റെ നോബഡി 2 എന്ന് പറഞ്ഞിട്ടുള്ള 2ാം ഭാഗം വരാൻ പോവാണ്. അപ്പോൾ അതിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. നല്ല ട്രെയിലർ ആയിട്ടാണ് തോന്നിയത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റിലീസ് ഡേറ്റ് ഓഗസ്റ്റ് 15 ഓൾറെഡി ഓഗസ്റ്റ് 14 വാർ 2 ഉണ്ട്, കൂലിയുണ്ട്. രണ്ടും കാണണമെന്ന് വിചാരിക്കുക. പിന്നെ നരിവേട്ടം എന്ന് പറഞ്ഞ റിലീസ് ഡേറ്റ് മെയ് 23 കൺഫേം ചെയ്തുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഓൾറെഡി 2 വീഡിയോയിൽ പറഞ്ഞാണ് പുതിയ പോസ്റ്റർ വന്ന കാര്യമൊക്കെ. ഡൽഹി പടത്തിലത്തെ ആട് പൊന്മയില എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് സിംഗിൾ വരാൻ പോവാണ് ഇന്ന് 6 മണിക്ക്. അപ്പോൾ അതിന്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ തുടരുമെന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് 100 കോടി നേടുന്ന പടമായി മാറിയിട്ടുണ്ടെന്നുള്ള രീതിയിൽ എന്തായാലും വൻ കളക്ഷൻ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ പടം തുടരുമെന്ന് പറഞ്ഞ പടം തന്നെയാണ്. എന്തായാലും ഇപ്പോഴും നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഗംഭീരമാവട്ടെ. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.